രേവതി നക്ഷത്രം. അപ്പോൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനൻ രാശി തന്നെയാണ്. ആ മീനൻ രാശിയിൽ വരുന്ന ആ മീനക്കൂറിലെ 12-ലായിരുന്നു ശനീശ്വരൻ ആ ജന്മത്തിലേക്ക് വന്നു. ആ ജന്മത്തിൽ നിന്ന് 3-ലായിരുന്ന വ്യാഴം 4-ലേക്ക് വന്നു. അപ്പം അതിൻ്റെ ഒരു മാറ്റങ്ങളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ കർമ്മസ്ഥലത്ത് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കർമാധിപനായിരിക്കുന്ന വ്യാഴം 4-ലാണ് വരുന്നത്. അപ്പോൾ ആ 4-ൽ നിന്ന് കർമ്മത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി ചിലപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടായി ഉണ്ടാവും. ഒരു മാസത്തെ ശമ്പളം കിട്ടാണ്ട് വരും. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങൾക്കും ബ്ലോക്കൊക്കെ വരാം. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഈ പ്രാവശ്യം വരേണ്ടതാണ്. പിന്നെ ഈ ശനി വ്യാഴല്ലേ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് വ്യാഴക്ഷേത്രത്തിലാവുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വരുന്നു. ഇതൊക്കെ കുറച്ച് നാളുകളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്, അത് 2 ദിവസം കഴിഞ്ഞാൽ അത് ശരിയാവും എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് തന്നെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ 7-ര ശനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനീശ്വരൻ തന്നെ നമ്മുടെ ജീവിതത്തിനെ മാറ്റിയും മറച്ചും കാണിച്ചു തരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ശനി മീനത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. വ്യാഴക്ഷേത്രത്തിലാണ്, വ്യാഴം ഗുരുവിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ആ നക്ഷത്രക്കാരായ രേവതി, ഉത്രട്ടാതി, പൂരോരുട്ടാതിയുടെ കാല് ആ ഭാഗക്കാർക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് തരാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വിഷുവിൻ്റെ ഫലമനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് ഒരു വർഷക്കാലം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.